കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ വിശുദ്ധ ശബദിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചല്ലോ. പ്രാരംഭമായിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ശബദ് നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശബദിൻ്റെ ആ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട്, അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല പ്രഭാതത്തിൽ നമുക്ക് ഉണരുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇന്നത്തെ മന്നായിൽ ഇപ്രകാരമാണ് കിടക്കുന്നത്. ഒരു വില കൊടുത്തു വാങ്ങി എന്നുള്ളതായിരിക്കുന്ന ഹെഡിങ് ആണ് ഇവിടെ കാണുന്നത്. അതിനെ ആസ്പദമാക്കി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ശിമയോൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, ലേവി ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, ഇസാഖാൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 എന്നുള്ള വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശിമയോനെ പറ്റി നാം പഠിക്കുമ്പോൾ ശിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എന്നെ കേൾക്കുന്നു എന്നുള്ളതാണ്. ശിമയോന്റെ സുവിശേഷത വേലയിലുള്ള ഭാഗം നാം വളരെയധികം ചിന്തിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ, അതിനകത്ത് കാണുവാൻ ഇടയായിത്തീരും. ലേയിൽ ജനിച്ച യാക്കോബിൻ്റെ 12 മക്കളിൽ രണ്ടാമത്തവനാണ് ശിമയോൻ. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഇത് കാണുവാനും വായിപ്പാനും മനസ്സിലാക്കുവാനും കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ കേൾക്കുന്നു. കാരണം ശിമയോൻ അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതലായി അടുത്ത് ജീവിച്ച് അനേക വൻകാര്യങ്ങളെ അവിടെ ശിമയോന് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ യാക്കോബിൻ്റെ 12 മക്കളിലെ രണ്ടാമത്തവനാണ് ഈ ശിമയോൻ എന്ന വാക്ക്. അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ്. തൻ്റെ സഹോദരിയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ലേവിയോടൊപ്പം ശേഖേമിൽ ചെന്ന് അവിടെ ഉള്ളതായിരിക്കുന്ന പുരുഷന്മാരെ കൊന്നുകളയുവാൻ അത്രമാത്രം കായിക അഭ്യാസം നേടിയ ഒരു വ്യക്തിയായിരുന്നു ശിമയോൻ. ആ ഒരു അനുഭവം ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ശിമയോന്റെ ചരിത്രത്തെപ്പറ്റി നമുക്ക് വ്യക്തമായി അവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ ദൈവം അവനെ പല ഇടങ്ങളിലേക്ക് അയച്ചു. ആ അയച്ചതിൻ്റെ പേരിൽ ജയം പ്രാപിച്ച് പലയിടങ്ങളിൽ നിന്നും അവൻ കടന്നു വന്നിട്ടുണ്ട്. ലേവി കുടുംബം എന്ന് പറയുന്നത് ദേവാലയത്തിൽ, അഥവാ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതായ ആൾക്കാരാണ്. നമുക്കറിയാം, മോശയുടെ കാലത്ത് തൻ്റെ ജനത്തെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് മരുഭൂമിയിൽ കടന്നു വന്നപ്പോൾ പ്രമാണം കൊടുക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പന കൊടുക്കുവാൻ മോശ സീനായി പർവ്വതത്തിൽ കയറി ചെന്നു. ദൈവം കൊടുത്ത 10 കൽപ്പനയുമായി ഇറങ്ങി വരുമ്പോൾ അവിടെ കാണുന്നത് ഒരു വലിയ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് മോശ അവിടെ കാണുന്നത്. കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ അതിനെ ആരാധിക്കുകയും അതിനു മുമ്പിൽ കിടന്ന് നൃത്തം ചെയ്യുകയും ചെയ്യുന്നതായ ആ മോശമായ രീതി, ആ ദുഃഖകരമായ രീതി അവർക്ക് കാണുവാനിടയായി തീർന്നു. അപ്പോൾ മോശ ഇങ്ങനെ പറഞ്ഞു: യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. എന്നാൽ അവിടെ ലേവി കുടുംബത്തിലെ ഒരു വലിയൊരു കൂട്ടം ദൈവത്തിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്കുവാനിടയായി തീർന്നു. അല്ലാത്തവരെല്ലാം അവിടെ വാളിനിരയായി ആ മരുഭൂമിയിൽ പട്ടുപോകുവാനിടയായി തീർന്നു. അങ്ങനെ ലേവി കുടുംബം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ലേവിയുടെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. അത്രമാത്രം ആയുസ്സും അത്രമാത്രം കാലഘട്ടങ്ങളെ നീട്ടിക്കൊടുത്തതായ ഒരു ദൈവം ലേവി കുടുംബത്തിന് വേണ്ടിയായിരുന്നു. ശിമയോന്റെ മക്കൾ 20 മക്കളുണ്ടായിരുന്നു. 20 വയസ്സിലുള്ളവർ തൊട്ട് ഇങ്ങോട്ട് യുദ്ധം അഭ്യസിപ്പിച്ചവരും കായിക അഭ്യാസം പഠിച്ചവരും ഒക്കെയായിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി എവിടെ ഇറങ്ങിയാലും അവർ വളരെ ഒരു ജയം പ്രാപിച്ച് മടങ്ങി വരുന്നൊരു അനുഭവം നമുക്ക് കാണുവാനിടയായി തീർന്നു. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യമൊക്കെ അവിടെ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അവിടെ കാണാവുന്നതാണ്. ശിമയോൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ടാണ് 20 വയസ്സിന് മുകളിലുള്ളതായിരിക്കുന്ന എല്ലാ ആൺമക്കളും എല്ലാവരും യുദ്ധത്തിൽ അത്രമാത്രം പ്രാപ്തിയുള്ളവരാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ശിമയോൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം എന്നെ കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ അറിയുന്ന
നമ്മെ കരുതുന്ന, നമുക്ക് ഉപദേശം പകർന്നു തരുന്ന, ശത്രുക്കൾക്ക് മുമ്പേ മേശയൊരുക്കുന്നതായ ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പോൾ നാം ദൈവമക്കളായിരിക്കുമ്പോൾ ഒരിടത്തും ഒരു തോൽവിയും സംഭവിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായ ഒരു യേശു നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ എന്നെ തന്നെ മൗനമായി ഇരിക്കുമ്പോഴും എനിക്ക് വേണ്ടി സംസാരിക്കുകയും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. അതിന്റെ ഒരു തെളിവാണ് ദൈവത്തിന് സ്തോത്രം. ദാവീദ് ശൗലിനെ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോഴും ആ കൊന്നുകളയേണ്ട സ്ഥാനങ്ങളിൽ അവൻ ഒന്നും ചെയ്യുവാനിടയായി തീർന്നില്ല. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. എന്നാൽ ദൈവമക്കളുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ഒരു ശത്രുവിനോ ഒരു മല്ലനോ ഒരു അന്ധകാര ശക്തിക്കോ ദൈവമക്കളെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല. ആയതുകൊണ്ട് ദൈവമക്കളെ, ആ ശിമെയോന്റെ കുടുംബത്തെ പോലെ ദൈവത്തിന് സ്തോത്രം, ആ ലേവി കുടുംബത്തിലുള്ളവർ മാറി നിൽക്കട്ടെ, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും അടിക്കാതെ മാറി നിൽക്കുവാനിടയായി തീർന്നു. ആയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഈ സംഭവവികരമായിരിക്കുന്ന ലോകത്തിൽ നാം യഹോവയുടെ പക്ഷത്ത് ഉള്ളവരെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരു വലിയ ന്യായവിധിയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും അവന്റെ പക്ഷത്തായിരിക്കാനും നമ്മളെ ഓരോരുത്തരെയും ഈ വിശുദ്ധ ദിവസമായിരിക്കുന്ന ശബത്തിൽ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ച് വളരെ അനുഗ്രഹവും വിടുതലും പ്രാപിച്ചുകൊണ്ട് നമുക്ക് കടന്നു പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല വിശുദ്ധ ദിവസത്തിനായി സ്തോത്രം. ഈ ശബത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് വിശുദ്ധ ശബദാരാധനയിൽ സംബന്ധിപ്പാനും ദൈവം ഞങ്ങളെ അവിടുന്ന് ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട എല്ലാ ദൈവമക്കളെയും സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന് സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവരുണ്ട്, പലവിധമാകുന്നതായ പ്രയാസ പ്രശ്നങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ഹാപ്പി ശബത്ത് നേരുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.